ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ അയ്യോ വേണ്ടേ എന്ന് പറയുന്ന കുറച്ച് ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ പലതാണെങ്കിലും മിക്ക ആളുകളും പറയുന്ന ഒരു കാര്യം ഇതായിരിക്കും: ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ വെജിറ്റേറിയൻ ആവണ്ടേ, മുട്ടയും പാലും തൈരും ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ, കൂടെ ഒരു വാക്കും പറയും നല്ല പഥ്യം പാലിക്കണ്ടേ. ഇത്തരം ആഹാര ക്രമീകരണങ്ങൾ നേരിടണമല്ലോ എന്ന ചിന്തയാണ് പലർക്കും. ഇതിലെ വസ്തുതയെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പഥ്യം അപഥ്യം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥമറിയണം. ആരോഗ്യത്തിന് ഗുണകരവും ദോഷങ്ങളെ വർദ്ധിപ്പിക്കാത്തതും ശക്തി വർദ്ധിപ്പിക്കുന്നതും ശരീരത്തെ സംരക്ഷിക്കുന്നതുമായ ഭക്ഷണങ്ങളെയും ജീവിതശൈലികളെയുമാണ് പഥ്യം എന്ന് പറയുന്നത്. അപഥ്യമാകട്ടെ ഇതിന് നേരെ വിപരീതവും. ഏത് അസുഖത്തിനുള്ള മരുന്ന് കഴിക്കുമ്പോഴും ആ അസുഖം കൂട്ടാൻ സാധ്യതയുള്ള ആഹാരങ്ങളും ജീവിതശൈലികളൊക്കെ നമ്മൾ തുടർന്നുകൊണ്ടേയിരുന്നാൽ നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും അത് മാറിയെന്ന് വരില്ല. ഉദാഹരണത്തിന്, അമിതവണ്ണത്തിനുള്ള ചികിത്സ ചെയ്യുന്ന ഒരാൾ കാലറി കൂടിയ ആഹാരങ്ങൾ കഴിക്കുക, പകൽ സമയത്ത് ഒരുപാട് ഉറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ചികിത്സിച്ചാലും അയാളിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ പഥ്യമായിട്ടുള്ളത് കാലറി കുറഞ്ഞ ആഹാരവും വ്യായാമവും ഒക്കെയാണ്. ഇത് ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ മാത്രമല്ല, മറ്റേത് മരുന്ന് കഴിക്കുമ്പോഴും പാലിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വെജിറ്റേറിയൻ ആവണ്ടേ എന്ന് വിചാരിച്ച് ആയുർവേദത്തെ അവഗണിക്കാതിരിക്കുക.